آبانا مولده عن طيب عنصره يا طيب مبتدأ منه ومختتم. ഇതോടുകൂടെ നാലാമത്തെ ഫസലിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇവിടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ടാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ തന്നെ ഒന്നാമത്തെ വരി ഒരു മറുപടി ആയിട്ടാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ അവിശ്വാസികളായിരുന്നു എന്ന് വാദിക്കുന്നവരുണ്ട്. അവർക്കുള്ള മറുപടി ആയിട്ടാണ് അബാന മൗലിദുഹു, ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം തന്നെ പ്രകടമാക്കിയിരിക്കുന്നു. അൻ ത്വയ്ബി ഉൻസുരിഹി, അവിടുത്തെ വംശപരമ്പര പരിശുദ്ധമാണ് എന്ന് ആ ജനനം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇവിടെയുള്ള മൗലിദ് എന്ന പദത്തിന് ജനനമെന്നും ജനന സ്ഥലമെന്നും ജനന സമയമെന്നും ഒക്കെ അർത്ഥം പറയാൻ കഴിയും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്ന സമയത്ത് ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഉമ്മുൽ ഖുറയാണ്, മുഴുവൻ നാടുകളുടെയും മാതാവാണ്. അത് ഇസ്ലാമിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമാണ്. കാരണം അമ്പിയാക്കൾ ഏത് രാജ്യത്ത് ജനിച്ചോട്ടെ അവരൊക്കെ ഈ മക്കയിൽ വന്നിട്ടുണ്ട്, അവരൊക്കെ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട് കഅബാലയത്തിൽ. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത്. ജനിക്കുന്ന വർഷം എന്ന് പറയുന്നത് ഇസ്ലാമിന് വലിയ ഇസ്സത്ത് കിട്ടിയ വർഷമാണ്, അഥവാ ആനക്കലഹ വർഷം. അഥവാ അബ്രഹത്ത് രാജാവ് കഅബാലയം പൊളിക്കാൻ വേണ്ടി വന്നു. അബാബീൽ പക്ഷികളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെയും അവന്റെ സൈന്യത്തെയും നശിപ്പിച്ചു. ആ വർഷത്തിലാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത്. അതുപോലെ തന്നെ ജനിക്കുന്ന മാസം ആദ്യ വസന്തമാണ്. ഇവിടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നത് സത്യവും ശാന്തിയും സമാധാനവും സ്വാതന്ത്ര്യവും ഒക്കെ മുളപ്പിക്കാനാണ്. അങ്ങനെയുള്ള ഒരാൾ കടന്നു വരേണ്ടത് ആദ്യ വസന്തമാകുന്ന റബീഉൽ അവ്വലിൽ തന്നെയാണ്. ഇങ്ങനെയുള്ള എല്ലാ പരിശുദ്ധിയും അവിടുത്തെ ജനനത്തിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടുത്തെ മാതാപിതാക്കൾ മാത്രം പരിശുദ്ധരാവാതിരിക്കുന്നത്? ഒരിക്കലുമില്ല. അവിടുത്തെ ജനനം തന്നെ തെളിവാണ്, തെളിയിച്ചിരിക്കുന്നു അവിടുത്തെ മാതാപിതാക്കളുടെ ആ വംശപരമ്പര പരിശുദ്ധമാണ് എന്ന്. യാ ത്വയ്ബ മുബ്തദഇ മിൻഹു, അവിടുത്തെ തുടക്കം എത്ര മനോഹരമാണ്. വമുഖ്തതമി, അവിടുത്തെ അവസാനം എത്ര മഹോന്നതമാണ്. അഥവാ തുടക്കം ഈ രൂപത്തിലൊക്കെ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. അതുപോലെ തന്നെ അവിടുത്തെ അവസാനം ഇവിടെയുള്ള എല്ലാ കുഫ്രിനെയും തുടച്ചു നീക്കി, എല്ലാ അസമത്വവും തുടച്ചു നീക്കി, എല്ലാവർക്കും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവിടുന്ന് ഈ ലോകത്തോട് വിട പറയുന്നത്. അങ്ങനെ അവിടുത്തെ തുടക്കവും ഒടുക്കവും എല്ലാം എത്ര മഹോന്നതമാണ്.